നിങ്ങളൊരു ചോക്ലേറ്റ് ലവർ ആണെങ്കിൽ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ചോക്ലേറ്റിന്റെ പുഡിംഗ് ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ ഒരു പുഡിംഗ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ആദ്യം തന്നെ ഒരു പാനിൽ 1/2 ലിറ്റർ പാൽ ഒഴിച്ച് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ലൈറ്റ് കൊക്കോ പൗഡറാണ് ചേർത്തിട്ടുള്ളത്. ഡാർക്ക് കൊക്കോ പൗഡർ ആണെങ്കിൽ 1 ടേബിൾ സ്പൂൺ മതിയാകും. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ഷുഗർ കൂടെ ചേർത്ത് കൊടുക്കുക. ഷുഗറിന് പകരം മിൽക്ക് മെയ്ഡ് ചേർത്താൽ കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഏകദേശം ഒരു 100 ഗ്രാം അളവിൽ ചോക്ലേറ്റ് ബാർ ചേർത്ത് കൊടുക്കുക. ഇനി ഒരു ടേബിൾ സ്പൂണ് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് മാറ്റി വെക്കുക. ഇനി വേറൊരു പാനിലേക്ക് 10 ഗ്രാം ചൈന ഗ്രാസും 1 ഗ്ലാസ് വെള്ളവും ചേർത്തിട്ട് സോക്ക് ചെയ്യാൻ വെക്കുക. ഈ ഒരു ചൈന ഗ്രാസ് ലോ ഫ്ലെയിമിൽ മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി ചോക്ലേറ്റും കൊക്കോ പൗഡറും ഒക്കെ നന്നായിട്ട് മെൽറ്റായി വരുന്നത് വരെ പാലും ലോ ടു മീഡിയം ഫ്ലെയിമിൽ ചൂടാക്കി എടുക്കുക. നന്നായിട്ട് തിളച്ച് വരേണ്ട ആവശ്യമില്ല, പാലൊന്ന് ചൂടായി കിട്ടിയാൽ മതി. നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഇത് പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. നമുക്കിത് പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റും. ഏകദേശം ഒരു 10 മിനിറ്റ് ഒക്കെ മതിയാകും ഈ ഒരു പുഡിംഗ് ചെയ്യാനായിട്ട്. ചൈന ഗ്രാസും പാലും നന്നായി ചൂടായതിനു ശേഷം ഈ ഒരു പാലിന്റെയും ചോക്ലേറ്റിന്റെയും മിക്സിലേക്ക് ചൈന ഗ്രാസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് കൂടെ ലോ ഫ്ലെയിമിൽ ചൂടാക്കിയ ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പൊ ഇത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി പുഡിംഗ് സെറ്റ് ചെയ്യാൻ വെക്കുന്ന ട്രേയിലേക്ക് ചോക്ലേറ്റിന്റെ സ്പെഞ്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണൽ ആണ്. ഇതില്ലാതെ വേണമെങ്കിൽ പ്ലെയിൻ ആയിട്ടും നിങ്ങൾക്ക് പുഡിംഗ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ആ പാലിന്റെയും ചോക്ലേറ്റിന്റെയും മിക്സ് നന്നായിട്ട് അരിച്ചതിന് ശേഷം ഈ ഒരു ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതിന് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കുക. ഇനി ഇതിന്റെ മുകളിൽ ലൈറ്റ് കൊക്കോ പൗഡർ കൊണ്ടൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കുക.